തൃശൂർ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ പ്രതിഷേധവുമായി ക്യാൻസർ രോഗിയുടെ കുടുംബം. ചികിത്സയ്ക്കായി വിളിച്ച ചിട്ടിത്തുക 8 മാസമായും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. 1 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ. അപ്പം നമ്മളിവിടെ വന്നു, എനിക്ക് അടുത്ത തിങ്കളാഴ്ച അഡ്മിഷൻ ആവണം, പൈസ തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പൈസ ഇല്ല, നിങ്ങൾ കുറി വിളിച്ച പൈസക്ക് നമ്മൾ വന്നത് നമ്മുടെ ആധാരം മേടിച്ചിട്ട് 3 മാസത്തിന് മേലെയായി, പൈസ പറഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്നത്. ഈ കുറി വിളിച്ച പൈസക്ക് ഈട് നമ്മൾ ആധാരം വേണമെന്ന് പറഞ്ഞിട്ട് ആധാരം കൊടുത്തു, പൈസ തരാതെ തന്നിട്ടില്ല. 8 മാസമായി കുറി വിളിച്ചിട്ട് അവർ തന്നിട്ടില്ല. ഇപ്പൊ അവര് പറയുന്നത് 1 ലക്ഷം കൂടി കൊടുത്താലാണ് നമുക്ക് നമ്മുടെ ആധാരം തരുള്ളൂ. നമ്മൾ RD ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പരാതി അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പരാതി അന്വേഷിച്ച് ഇന്ന് ഓഫീസിലത്തെ ലേഡി ഇവിടെ വന്നിട്ട് സംസാരിച്ച് പരാതി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ആധാരം കിട്ടേണ്ടതാണ്, ആധാരം ഇവർക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളല്ല പ്രസിഡന്റ് സെക്രട്ടറി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഈ നേരം വരെ അവരൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. കുറി പൊളിഞ്ഞു എന്ന് പറയുന്നു, കുറി വയ്ക്കാത്ത ആൾക്കാർ വീടുകളിലേക്ക് പോകണമെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച്, നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവര് നമ്മളെ ചതിക്കാണ് ഇവർ ചെയ്യുന്നത്. ജനങ്ങളെ സാധാരണക്കാരനെ കൊണ്ടുവരുന്ന കാശ് കിട്ടാൻ മാർഗമില്ലാണ്ട് എടുത്തെണ്ടിന്റെ അടക്കാൻ വിള് ഒരു പട്ടി പൂരം കണ്ടാ നടക്കണമല്ലോ, ഇവരെ പിന്നാലെ നടക്കുക. ഇവര് നാളെ വരാൻ വരുമ്പോൾ നാളെ വരും, മറ്റന്ന് വരാൻ വരുമ്പോൾ മറ്റന്ന് വരാം, ഇവരിൽ കാശില്ല. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനീഷ് ആന്റണി, എന്താണ് ഇവർ പറയുന്നത്, എന്താണ് പ്രശ്നം? അജിംഷാദെ, കുട്ടനെല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 8 മാസം മുൻപാണ് ഈ പറയുന്ന ലിസിയും കുടുംബവും കുറി വിളിച്ച് പണം ലഭിക്കുന്നതിനായി ഈടായി ഇവരുടെ സ്ഥലത്തിന്റെ യാതൊരു ബാധ്യതകളുമില്ലാത്ത സ്ഥലത്തിന്റെ ആധാരം ബാങ്കിന് ഈടായി നൽകുകയും ചെയ്തു. ഈ കുറി വിളിച്ചപ്പോൾ 8 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ കുറിയുടെ തുകയോ അല്ലെങ്കിൽ കുറി തുക ബാങ്കിന് നൽകാൻ കഴിയില്ലെങ്കിൽ അവർ ഈടായി നൽകിയ ആധാരമോ തിരിച്ച് ഇവർക്ക് ലഭിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇതിൽ ഈ പറയുന്ന പുരുഷോത്തമന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ അസുഖ ബാധിതയാണ്. പുരുഷോത്തമന്റെ ഭാര്യ ലിസി. ഈ പുരുഷോത്തമന്റെ ഭാര്യയ്ക്ക് ചികിത്സ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ കുറി വിളിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. 10 ലക്ഷത്തിന്റെ കുറിയാണ് ഇവർ വിളിച്ചത്. ഇതിൽ 7 ലക്ഷം രൂപയാണ് ഇവർക്ക് ലഭിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പലതവണ ഈ ബാങ്കിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ അസുഖബാധിതയായ പുരുഷോത്തമന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത്. ഗർഭപാത്രത്തിൽ മുഴയുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് അസുഖമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്പറേഷൻ അടിയന്തര സാഹചര്യത്തിൽ നടത്തേണ്ട ഒരു ആവശ്യം മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ആ സമയത്തും ഇവർ ഇവിടെ ഈ ബാങ്കിൽ പലതവണ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും, ചികിത്സയ്ക്കായിട്ട് പോലും, ഇത്രയും വലിയൊരു അസുഖമായിട്ട് പോലും ഇവർക്ക് പണം കൊടുക്കാത്ത ഒരു സാഹചര്യം. ശരി, അനീഷ് ആന്റണിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.